ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കർണാടക സ്പെഷ്യൽ തമ്പലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയുള്ള നല്ലൊരു കറിയാണിട്ടത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അതല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ മതിയാകും കേട്ടോ, വേറെ ഒന്നും തന്നെ വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു ഒഴിച്ച് കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു കർണാടക സ്പെഷ്യൽ തമ്പലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. വലുതായതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കുക്കുംബർ ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് കേട്ടോ ചേർക്കണത്. ഈ ഒരു പച്ചമുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്കത് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി അല്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ചെറിയൊരു പിടിയോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കുംബറിൽ നല്ലോണം ജ്യൂസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അതുപോലെ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആ ഒരു ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു കറിയാണ് കേട്ടത്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പുളിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. തൈര് ചേർക്കുമ്പോൾ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ടായിട്ടൊക്കെ കിടക്കും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രത്തോണ്ട് ലൂസിലാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉപ്പ് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കടുകും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം താളിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കുക്കുംബർ തമ്പളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു കറിയാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കുംബർ തമ്പളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.